ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 79 രുക്മിണീ സ്വയംവരം ശ്ലോകം 3. തദനുവന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണഭാസുരാ നിരഗമദ്ഭവതർപ്പിതജീവിതാ സ്വപുരതഃ സുഫടാവൃതാ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തദനു വന്ദിതും ഇന്ദുമുഖി ശിവാം വിഹിത മംഗല ഭൂഷണ ഭാസുര നിരഗമത് ഭവത് അർപ്പിത ജീവിത സ്വപുരത സുഫടാവൃത. അർത്ഥം: തത് അപ്പോൾ, വിഹിതമംഗളഭൂഷണ ഭാസുര മംഗളകരങ്ങളായ ആഭരണങ്ങൾ അണിഞ്ഞ് ശോഭിക്കുന്നവളും ഭവതർപ്പിത ജീവിത അവിടുത്തേക്ക് സമർപ്പിക്കപ്പെട്ട ജീവിതത്തോടു കൂടിയവളുമായ ഇന്ദുമുഖി ചന്ദ്രമുഖിയായ രുക്മിണി പുരത സമീപം സുഫടാവൃത സമർത്ഥന്മാരായ ഭടന്മാരാൽ ചുറ്റപ്പെട്ടവളായി ശിവാം പാർവതിയെ വന്ദിക്കുന്നതിനായി സ്വപുരത സ്വന്തം അന്തഃപുരത്തിൽ നിന്ന് നിരഗമത് വെളിയിലേക്ക് പോയി. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്നൊന്ന് നോക്കാം. തദനു വന്ദിതും ഇന്ദുമുഖി ചേർത്തിട്ട് തദനു വന്ദിതുമിന്ദുമുഖി. തദനു ദ എന്നുള്ളത് ദയേൽത്തെ, വന്ദിതു ഇന്ദുമുഖി എന്നൊക്കെ ദ എന്നാണ്. മുഖി എന്നുള്ളതിൻ്റെ ഖീന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ശിവാം നീട്ടിയിട്ട് മുർക്കം. വിഹിതമംഗലഭൂഷണ ഭാസുര, ഭൂഷണ എന്നുള്ളതിൻ്റെ ഭൂന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭാസുര എന്നുള്ളതിൻ്റെ ഭാന്നും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നിരഗമത് ഭവത് അർപ്പിത ജീവിത നീട്ടിയിട്ട് ഭവതർപ്പിത ജീവിത ചേർത്ത് ചൊല്ലുമ്പോൾ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സ്വപുരത അവിടെ വിസർഗം, പുരത പിന്നെയും വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സുഫടാവൃത എന്നുള്ളതിന് ഒരു സാന്ന് മതി. സു എന്നുള്ളതിന് ചേർത്ത് ചൊല്ലുമ്പോൾ പുരത സുഫടാവൃത അങ്ങനെ ചൊല്ലണം. അവിടെയും നീട്ടിയിട്ടാണ്. സ്വപുരത സുഫടാവൃത. സ്വപുരത എന്നുള്ളതിൻ്റെ സ്വനാവാനുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണ ഭാസുര നിരഗമത് ഭവതർപ്പിത ജീവിത സ്വപുരത സുഫടാവൃത. അടുത്തത് 4ാമത്തെ ശ്ലോകം. കുലവധൂപിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാചത തത്പദപങ്കജേ നിപതിതാ പതിതാം തവ കേവലം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. കുലവധൂഭിർ ഉപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുർ അയാചത തത്പദ പങ്കജേ നിപതിത പതിതാം തവ കേവലം. അർത്ഥം: കുമാരിക രാജകുമാരിയായ രുക്മിണി കുലവധൂഭി കുലകന്യകമാരോട് ഉപേത്യ ചേർന്നിട്ട് സാദരം ആദരവോടുകൂടി ഗിരിസുതാം ച പാർവതിയെ പരിപൂജ്യ പൂജിച്ചിട്ട് തത്പദ പങ്കജേ ആ പാർവതിയുടെ പാദപത്മങ്ങളിൽ നിപതിത നമസ്കരിച്ചവളായിട്ട് മുഹു വീണ്ടും തവ അങ്ങയുടെ പതിതാം തൻ്റെ ഭർത്താവായിരിക്കണമെന്ന സ്ഥിതിയെ അയാചത പ്രാർത്ഥിച്ചു.
നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്നൊന്ന് നോക്കാം. കുലവധൂഭിർ ഉപേത്യ, അത് ചേർത്തിട്ടാണ് കുലവധൂഭിരുപേത്യ. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ വധു എന്നുള്ളതിൻ്റെ ധൂന്നും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. കുമാരിക ഗിരിസുതാം നീട്ടിയിട്ട് മുർക്കം പരിപൂജ്യ ച സാദരം ദ എന്നുള്ളത് ദയിൽത്തി മുഹുർ അയാചത ചേർത്തിട്ടാണ് മുഹുരയാചത തത് പദപങ്കജേ തത്പദപങ്കജേ നിപതിത പതിതാം നീട്ടിയിട്ട് മുർക്കം തവ കേവലം കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാചത തത്പദപങ്കജേ നിപതിതാ പതിതാം തവ കേവലം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.